ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും സമഗ്ര ശിക്ഷ കേരളയിലും സർക്കാർ ആശുപത്രികളിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. KVK പാലക്കാടിൽ നടത്തി വരുന്ന കേര പ്രോജക്ട് ഡെവലപ്മെൻറ്റ് ഓഫ് AEU ബേസ്ഡ് PO പ്രോജക്റ്റിലേക്ക് സ്കിൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ വാക്കിൻ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നുണ്ട്. സ്കിൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത VHSC അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറാണ്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിദിന വേതനം 710 രൂപയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2/9/2025 രാവിലെ 10:30 കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാടാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പികൾ സഹിതം 2/9/2025 രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി KVK പാലക്കാട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിൽ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ കേരളം സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പടിയൂർ GHSSൽ ട്രെയിനർ തസ്തികയിൽ ആനിമേറ്റർ, പാട്യം GHSSൽ കോസ്മെറ്റോളജിസ്റ്റ്, മണത്താണം GHSSൽ സ്കിൽ അസിസ്റ്റന്റ് എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ളവർ ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് SSK ജില്ലാ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവ വോട്ടർമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും സ്കൂൾ കോളേജ് തലങ്ങളിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. ജില്ലയിലെ താല്പര്യമുള്ള സ്കൂൾ കോളേജ് അധ്യാപകർക്ക് അപേക്ഷിക്കാം. പേര്, ഔദ്യോഗിക മേൽവിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ആഗസ്റ്റ് 31 വൈകിട്ട് 5 മണിക്കകം ജില്ലാ കളക്ടറേറ്റിലോ ഇലക്ഷൻ കണ്ണൂർ 2024@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ലഭിക്കേണ്ടതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ കാപ്പുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെയും നഴ്സിനെയും നിയമിക്കുന്നുണ്ട്. ഡോക്ടർമാർ MBBS സർട്ടിഫിക്കറ്റ്, TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെയും നഴ്സുമാർ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ GNM സർട്ടിഫിക്കറ്റും KNC രജിസ്ട്രേഷൻ എന്നിവയുടെ തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലും പകർപ്പുമായി സെപ്റ്റംബർ 2 രാവിലെ 11 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് കാപ്പുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടാം. അടുത്തത് ഇടുക്കി ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ നെടുങ്കണ്ടം ബ്ലോക്കിലെ ബ്ലോക്ക് കോർഡിനേറ്ററുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സെപ്റ്റംബർ 1 വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ബ്ലോക്കിൽ സ്ഥിര താമസക്കാരായ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. ഒരു ഒഴിവാണുള്ളത്. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം സെപ്റ്റംബർ 1 രാവിലെ 10:30 കുയിലിമലയിലുള്ള കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്ക് കൗൺസിലർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 30 രാവിലെ 11 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. യോഗ്യത ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് വിഷയത്തിൽ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ +2 വിജയവും സമാന മേഖലയിൽ 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയവുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫിസിയോതെറാപ്പിയിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ആണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 30 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവണം. ഉദ്യോഗാർത്ഥികൾ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷയും അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.